ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സജി ചെറിയാന്റെ ആലോചന. സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് CPM. സജി ചെറിയാന്റെ രാജി ആവശ്യം ശക്തമാക്കി കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷ തീരുമാനം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ധാർമ്മികതയുടെ പേരിൽ ഒരു തവണ മന്ത്രിസ്ഥാനം രാജിവെച്ചതാണ്. പോലീസ് ക്ലീൻ ചിറ്റ് നൽകി കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. നിലവിൽ ഹൈക്കോടതി കേസിൽ തുടരന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് സജി ചെറിയാൻ. വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്രത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഒരു വിഷയത്തിൽ 2 തവണ രാജിവേണ്ടതില്ലെന്ന നിലപാടിലാണ് CPM-ഉം. സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ എന്ന് CPM നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുനരന്വേഷണം നടക്കട്ടെ, അതിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. രാജി ആവശ്യമുയർത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അന്വേഷണത്തിന് സമയപരിധി നിശ്ചയിക്കാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീണ്ടുപോകാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം.